അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ജനങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി പുനലൂർ തെന്മലയിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് 126 കേന്ദ്രങ്ങളിൽ നടത്തിയ മോക്ക് ഡ്രിൽ പൂർണ്ണം. 4 മണിക്ക് സൈറൺ മുഴങ്ങിയതോടെ വിവിധ സേനാ വിഭാഗങ്ങളും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും സുരക്ഷാ ഡ്രില്ലിന്റെ ഭാഗമായി. ഡാമുകൾ ഉൾപ്പെടെയുള്ള അതിസുരക്ഷാ പ്രദേശങ്ങൾ, പ്രധാന ഓഫീസുകൾ, പൊതുയിടങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിലായിരുന്നു അരമണിക്കൂർ നീണ്ട ഡ്രിൽ. കേരളത്തിൽ ഉൾപ്പെടെ രാജ്യത്തെ 244 ജില്ലകളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്തെ ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് സൈറൺ നൽകി. തുടർന്ന് 2 മിനിറ്റ് കൊണ്ട് 14 ജില്ലകളിലെ 126 കേന്ദ്രങ്ങളിലും മുന്നറിയിപ്പെത്തി. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പുനലൂർ തെന്മല ഡാം പരിസരത്തായിരുന്നു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തെന്മല ഡാം പ്രദേശത്ത് മോക്ക് ഡ്രിൽ നടന്നത്. KAP-IBയിൽ ക്യാമ്പ് ആരംഭിക്കുകയും തുടർന്ന് ജനങ്ങളെ ഒഴിപ്പിച്ച് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയായിരുന്നു മോക്ക് ഡ്രിൽ ആരംഭിച്ചത്. തുടർന്ന് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അപകടത്തിൽപ്പെട്ട ജനങ്ങളെ പുനലൂർ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന മോക്ക് ഡ്രില്ലിന്റെ ഏകോപന ചുമതല ഇൻസിഡന്റ് കമാൻഡറും പുനലൂർ തഹസിൽദാറുമായ അജിത് ജോയ്ക്കായിരുന്നു. ഒരേ സമയം കൗതുകവും ആകാംക്ഷയും അതോടൊപ്പം അല്പം ഭയപ്പാടോടും കൂടിയാണ് ജനങ്ങൾ മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായത്. ഡെപ്യൂട്ടി തഹസിൽദാർ ഷെഫീഖ്, അസിസ്റ്റന്റ് ഇൻസിഡന്റ് കമാൻഡറായ അഞ്ചൽ BDO, പുനലൂർ DISP, SHO ഉൾപ്പെടെയുള്ള വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സ് അംഗങ്ങൾ, വനവകുപ്പ് ഉദ്യോഗസ്ഥർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. തെന്മലയിലെ ഡാം സൈറ്റിലെ ആക്സിഡന്റ് സൈറ്റിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു മാസ് കാഷ്വാലിറ്റിയുടെ ഭാഗമായിട്ട് കുറച്ച് പേഷ്യൻസ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് മേജറായിട്ട് ഇഞ്ചുറി പറ്റിയ 2 പേരെ നമ്മൾ കാഷ്വാലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ അവരെ നമ്മൾ ചെക്ക് ചെയ്യുകയും മേജറായിട്ടുള്ള ഇഞ്ചുറീസ് റെഫർ ചെയ്യേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അവരെ നമ്മൾ ഇവിടെ തന്നെ മാനേജ് ചെയ്യുകയാണ്. ബാക്കി മൈനറായിട്ട് ഇഞ്ചുറി പറ്റിയ ബാക്കി 4 പേരെ നമ്മൾ മാനേജ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരെ നമ്മൾ ഇവിടുന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് മാനേജ് ചെയ്തതിനു ശേഷം വാർഡിലേക്ക് മാറ്റുന്നതായിരിക്കും. രാജ്യവ്യാപകമായി യുദ്ധത്തിന്റെ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ചെയ്ത മോക്ക് ഡ്രിൽ പരിപാടികളാണ് ക്രമീകരിച്ചത്.
നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാ താലൂക്കുകളിലും ഓരോ ഇഷ്യൂ ഉള്ള സ്പോട്ട് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് തെന്മല ഡാം സൈറ്റ് ആയിരുന്നു ഇഷ്യൂ ഉള്ളത്. അവിടെ നമ്മൾ വൈകിട്ട് 4 മണിയോടെ ഒരു അലാറം സൈറൺ ഉണ്ടാകുകയും അരമണിക്കൂർ എല്ലാവരും സേഫ് സോണിലേക്ക് മാറി 4:30 നമ്മൾ ഡിസാസ്റ്റർ ആക്ടിവിറ്റി ആരംഭിച്ച് അവിടെ കാഷ്വാലിറ്റി ഉള്ളവരെ കുറച്ചുപേരെ അവിടുത്തെ പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റി അവിടുന്ന് കുറച്ച് മേജർ ഇഷ്യൂ ഉള്ള 6 പേരെയാണ് ഇവിടെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. അതിനകത്ത് 4 പേര് ചെറിയ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അവരെ പ്രാഥമിക ചികിത്സ നൽകി ഇവിടുന്ന് വിട്ടയച്ചു. ബാക്കി 2 പേരെ മേജർ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഡോക്ടർ അത് ചെക്ക് ചെയ്തു. സീരിയസ് ആയ ഇഷ്യൂസ് ഒന്നുമില്ല. അവരെ കാഷ്വാലിറ്റി തന്നെ ഒബ്സർവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഫയർഫോഴ്സ്, പോലീസ്, പിന്നെ പഞ്ചായത്ത്, സിവിൽ ഡിഫൻസ് തുടങ്ങിയ ഫോറസ്റ്റ് വകുപ്പ്, അങ്ങനെ തുടങ്ങിയ എല്ലാ വകുപ്പും, റവന്യൂ വകുപ്പ് ഉൾപ്പെടെ വിവിധങ്ങളായ ബഹുമാനപ്പെട്ട RDO അവരുൾപ്പെടെ വിവിധങ്ങളായ വകുപ്പുകളുടെ ഏകോപനമായിരുന്നു. അവിടെ എല്ലാ വകുപ്പുകളും കൃത്യമായി ആക്ട് ചെയ്തു. തെന്മല പോലീസാണ് അവിടെ മുൻകൈ എടുത്ത് നടപടികളാക്കിയത്. ഇവിടെ പുനലൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ഫയർ ആൻഡ് റെസ്ക്യൂ ആണ് ഇതിന്റെ മേജർ ഇഷ്യൂ കവർ ചെയ്തത്. സിവിൽ ഡിഫൻസ് ആയിരുന്നു മെജോറിറ്റി അവിടുത്തെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിച്ചതും ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്തതും. എന്തായാലും ഈ ഒരു മോക്ക് ഡ്രിൽ വളരെ ഭംഗിയായി തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.